Good morning, all. Okay, can you disaster management കഴിഞ്ഞില്ലേ നമ്മുടെ നോക്കിയോ ആ ചാപ്റ്റർ എല്ലാവരും നോക്കിയോ ഡിസാസ്റ്റർ മാനേജ്മെന്റ് നോക്കിയോ ക്ലിയർ ആണോ എല്ലാം ഓക്കെ നെക്സ്റ്റ് മിസ് എടുക്കാൻ പോകുന്ന ചാപ്റ്റർ ക്വാളിറ്റി അഷുറൻസ് നാബ് പറഞ്ഞിട്ടുണ്ടായല്ലോ കഴിഞ്ഞ ദിവസം ക്വാളിറ്റി അഷുറൻസ് ആൻഡ് നാബ് നാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് NABH എന്ന് പറഞ്ഞാല് നാഷണൽ അക്രീഡിയേഷൻ NABH നാഷണൽ അക്രീഡിയേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽ നാഷണൽ ലെവലില് ഹോസ്പിറ്റലുകളുടെ ഗുണനിലവാരത്തെ ക്വാളിറ്റിയെ കുറിച്ച് വിശകലനം ചെയ്ത് അസസ് ചെയ്തതിനു ശേഷം ഹോസ്പിറ്റലുകൾക്ക് അംഗീകാരം കൊടുക്കുന്ന ബോർഡിനെയാണ് NABH എന്ന് പറയുന്നത്. നാഷണൽ ലെവലില് ഹോസ്പിറ്റലുകളുടെ പ്രവർത്തനങ്ങൾ അല്ലെ അവിടുത്തെ ഓപ്പറേഷൻസ് ഫങ്ഷൻസിനെ കുറിച്ച് വിലയിരുത്തിയതിനു ശേഷം ക്വാളിറ്റി ഉണ്ടോ മിസ് പറയാണ് എന്താണ് ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളെ കുറിച്ച് വിലയിരുത്തിയതിനു ശേഷം ഹോസ്പിറ്റലുകൾക്ക് അംഗീകാരം കൊടുക്കുന്ന ബോർഡിനെയാണ് NABH എന്ന് പറയുന്നത്. NABH എന്ന് പറഞ്ഞാല് നാഷണൽ അക്രീഡിയേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽ. നമ്മ ISO കേട്ടിട്ടുണ്ടോ? ISO ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ കേട്ടിട്ടില്ലേ? ISO അംഗീകാരം ലഭിച്ചു എന്നൊക്കെ പറഞ്ഞ് ഓരോ പ്രൊഡക്റ്റിനും കേട്ടിട്ടുണ്ടോ? ISO എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റർനാഷണൽ ലെവലിൽ അംഗീകാരം കൊടുക്കുന്നത് അല്ലേ? ISO എന്ന് പറഞ്ഞാല് മൾട്ടി ഇൻഡസ്ട്രികൾക്ക് ഇപ്പൊ വ്യവസായമാകാം ഏതൊരു ഇൻഡസ്ട്രിയിലും ഇന്റർനാഷണൽ ലെവലിൽ അംഗീകാരം കൊടുക്കുന്നതാണ് ISO. NABH എന്ന് പറഞ്ഞാല് നാഷണൽ ലെവലുകളില് ഹോസ്പിറ്റലുകൾക്ക് അംഗീകാരം കൊടുക്കുന്നതാണ് NABH. ക്ലിയർ ആയോ? ഓക്കെ നെക്സ്റ്റ് ക്വാളിറ്റി. നമ്മൊരു സാധനം വാങ്ങിക്കുകയാണ് അതിന് ക്വാളിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇപ്പൊ നമ്മളൊരു ഡ്രസ്സ് വാങ്ങി നമ്മ അത് എന്ത് നോക്കിയിട്ടായിരിക്കും? ഗുണം എന്ന് പറഞ്ഞാല് നമ്മ എന്താ ഉദ്ദേശിക്കുന്നത്? എന്താണല്ലോ പറയാ ഒരു ഡ്രസ്സ് നമ്മ എന്തൊക്കെ നോക്കിയിട്ടായിരിക്കും അതിന്റെ ക്വാളിറ്റി? മെറ്റീരിയൽ നോക്കും അല്ലെ? പിന്നെ എന്തൊക്കും? ലോങ് ലാസ്റ്റ് ചെയ്യുന്നുണ്ടോ നോക്കൂല്ലേ? മണി നമുക്ക് കൊടുത്ത പൈസക്കുള്ള വർത്ത് ഉണ്ടോ നോക്കൂ അല്ലെ? സാധനം ഉണ്ടോ നോക്കും അല്ലേ? കളർ അല്ലേ? ഡാമേജ് കളറ് അല്ലേ? ഒരുപാട് കാര്യങ്ങൾ നോക്കിയിട്ടല്ലേ നമ്മ ഒരു ഒബ്ജക്റ്റിന് ഗുണമേന്മയുണ്ടോ ക്വാളിറ്റി ഉണ്ടോ എന്ന് പറയുന്നത്? ആണോ? ആണ്. അപ്പൊ
ഓക്കെ, ഇത് നോക്കിയേ, ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ നോക്കാം. ക്വാളിറ്റി അഷുറൻസ് ആൻഡ് ലാബ്. Degree to which a series of inherent characteristics. Sorry, അതിക്ക് മുമ്പ് ഒന്ന് എഴുതിയേ, ക്വാളിറ്റി ഈസ് ഡിഫൈൻഡ് എന്ന് കൊടുത്തതില് ഡിഗ്രിക്ക് മുമ്പ് ഒന്ന് എഴുതിയ ക്വാളിറ്റി ഈസ് ഡിഫൈൻഡ്. ക്വാളിറ്റി ഈസ് ഡിഫൈൻഡ് ഫുൾഫിൽ എന്ന് കഴിഞ്ഞിട്ട് നീഡ്സ് വെട്ടിയിട്ട് റിക്വയർമെന്റ്സ് എന്നാക്കാം. നീഡ്സ് വെട്ടിയിട്ട് റിക്വയർമെന്റ്സ് എന്നാക്കാം. എഴുതിയോ? എഴുതിയോ? കറക്റ്റ് ചെയ്തോ? ഓക്കെ, അപ്പൊ നോക്കിയേ, ക്വാളിറ്റി ഈസ് ഡിഫൈൻഡ്. ഒന്നുകൂടെ പറയണം, ആ ഡിഗ്രിയിലെ ഫസ്റ്റ് സെന്റൻസ് അതിൽ ആ ഡിഗ്രിക്ക് മുമ്പ് ക്വാളിറ്റി ഈസ് ഡിഫൈൻഡ് എഴുതാം. ക്വാളിറ്റി ഈസ് ഡിഫൈൻഡ്. ലാസ്റ്റ് ആ സെന്റൻസ് ഒക്കെ ഇരുന്ന പകലെ ഫുൾഫിൽ നീഡ്സ്, അവിടെ നീഡ്സ് വെട്ടിട്ട് റിക്വയർമെന്റ്സ് എന്നാക്കാം. റിക്വയർമെന്റ്സ്. ഓക്കെ അല്ലേ? Okay, quality is defined. Degree to which a series of inherent characteristics fulfill requirements. അല്ലെ, എന്താണ് നമുക്ക് നമ്മുടെ ആവശ്യകതകൾ നിറവേറ്റുന്നതിന്, നമുക്കുള്ള റിക്വയർമെന്റ്സ് നിറവേറ്റുന്നതിന് ഒരു ഒബ്ജക്റ്റീവ്സിൽ ഉണ്ടായിരിക്കേണ്ട അന്തർലീന സവിശേഷതകളെയാണ്, ഇൻഹറന്റ് ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് ക്വാളിറ്റി എന്ന് പറയുന്നത്. അല്ലെ, നമ്മ പറഞ്ഞു, നമ്മ വാങ്ങിക്കുന്ന ഒരു എന്താണ്, ഒരു ഡ്രസ്സ് അല്ലെ, അതിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ അന്തർലീന സവിശേഷതകളല്ലേ, അതിനുണ്ടായിരിക്കേണ്ട ക്യാരക്ടറിസ്റ്റിക്സിനല്ലേ. നല്ല മെറ്റീരിയൽ ആയിരിക്കണം അല്ലെ, നമ്മ ഉദ്ദേശിച്ച കളർ ആയിരിക്കണം, ലോങ് ലാസ്റ്റ് ചെയ്യണം അല്ലെ, നമുക്ക് കൊടുക്കുന്ന പൈസക്കുള്ള വർത്ത് ഉണ്ടായിരിക്കണം അല്ലെ. ആണോ? ആണ്. അപ്പൊ എന്താണ് ക്വാളിറ്റി എന്ന് പറയുന്നത്? എന്താണ്? നമ്മുടെ ആവശ്യകതകൾ നിറവേറ്റാൻ ഒരു വസ്തുവിന് ഉണ്ടായിരിക്കേണ്ട സവിശേഷതകളെയാണ് ക്വാളിറ്റി എന്ന് പറയുന്നത്. ധാരാ പറഞ്ഞേ, ഡെഫിനിഷൻ ISO ആണ് കേട്ടോ, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ. ക്വാളിറ്റിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു ഡെഫിനിഷൻ ആണത്. ക്ലിയർ ആയത്? നമ്മുടെ ഇതിലൊന്ന് ആലോചിച്ച് നോക്കാം. നമ്മളിപ്പോ ഒരു ഫുഡ് മേടിക്കുകയാണ്, ഒരു ബിരിയാണി വാങ്ങിച്ചു, ഒരു ചിക്കൻ ബിരിയാണി വാങ്ങിച്ചു. നമ്മൾ എന്തായിരിക്കും അതിന് ക്വാളിറ്റി ഉണ്ടെന്ന് പറയുന്നത്? ടേസ്റ്റ് അല്ലേ, ക്വാണ്ടിറ്റി ഉണ്ടോ? ടേസ്റ്റ് വേണം, ക്വാണ്ടിറ്റി വേണം അല്ലെ, നമുക്ക് ക്വാണ്ടിറ്റി വേണം. അങ്ങനെയൊക്കെ നോക്കിയിട്ടില്ലേ നമ്മ പറയുന്നത്? പ്രൈസ്, ഒരുപാട് പ്രൈസ് ആവാൻ പാടില്ല അല്ലെ, അങ്ങനെയൊക്കെ നോക്കിയിട്ടില്ലേ നമ്മ പറയുന്നത്? ആ ഹോട്ടലിലെ ബിരിയാണി നല്ല ക്വാളിറ്റി ഉള്ള ബിരിയാണിയാണ് എന്ന് പറയാറുണ്ടോ? അവിടുത്തെ ഫുഡ് അടിപൊളിയാണെന്ന്. ടേസ്റ്റ്. അപ്പൊ എന്താണ് ക്വാളിറ്റി എന്ന് പറഞ്ഞാല്? നമ്മുടെ ആവശ്യകതകൾ നിറവേറ്റാൻ ഒരു ഒബ്ജക്ട്സിന്, ഒരു വസ്തുവിന് ഉണ്ടായിരിക്കേണ്ട സവിശേഷതകളെ, അന്തർലീന സവിശേഷതകളെയാണ് ക്വാളിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ അത്? നെക്സ്റ്റ്, ക്യാരക്ടറിസ്റ്റിക്സ്. ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ സജസ്റ്റ് ഡിസ്റ്റിംഗ്വിഷ് ഫീച്ചേഴ്സ്. ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാല് ഡിസ്റ്റിംഗ്വിഷ് ഫീച്ചേഴ്സ് ആണ് അല്ലെ, സവിശേഷതകളെയാണ് അല്ലെ. ഇപ്പൊ നമ്മ പറഞ്ഞു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഡ്രസ്സ് മേടിക്കുകയാണെങ്കിൽ അതിന്റെ മെറ്റീരിയൽ അല്ലെ, അതിന്റെ കളറ് അല്ലെ, അതൊക്കെ അതിന്റെ സവിശേഷതകളല്ലേ. അതിന്റെ സ്റ്റിച്ചിങ് അല്ലെ, ആ ഡ്രസ്സിന്റെ സ്റ്റിച്ചിങ് ഉണ്ടോ? അതിന്റെ മോഡല്, ലോങ് ലാസ്റ്റ്, അതിന്റെ മോഡല് അല്ലേ. അപ്പൊ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ഡിസ്റ്റിംഗ്വിഷ്, പലതരത്തിലുള്ള ഫീച്ചേഴ്സിനെ, സവിശേഷതകളെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ,
റിക്വയർമെന്റ്സ് മനസ്സിലാവുന്നുണ്ടോ? അത് ഓരോന്ന് കണക്ട് ചെയ്ത് മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ. റിക്വയർമെന്റ്സ് ആവശ്യകതകൾ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ ഡ്രസ്സ് നമ്മുടെ ആവശ്യമാണ് അല്ലേ? നമ്മുടെ നീഡല്ലേ? വേണം, നമ്മുടെ നീഡല്ലേ? നമ്മുടെ ആവശ്യമാണ് അല്ലേ അത്? ഫുഡ് നമ്മുടെ നീഡല്ലേ ഇത്? ഫുഡ് എന്താണ്? നമ്മുടെ വിശപ്പ് മാറണമെങ്കിൽ നമുക്ക് എന്ത് കഴിക്കണം? ഭക്ഷണം കഴിക്കണം അല്ലേ? ആണോ? അത് നമ്മുടെ അനുമാനല്ലേ? ആണോ അല്ലേ? ഗുഡ് വാട്ടർ, ക്ലോത്ത്, എയർ. അപ്പൊ എന്താണ് റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത്? എന്താണ് ആവശ്യകതകൾ എന്ന് പറയുന്നത്? എന്താണ്? ആർ എ നീഡ് ഓർ അസെപ്ഷൻ ദാറ്റ് ഈസ് സ്റ്റേറ്റഡ് നോർമലി ഇംപ്ലൈഡ് ഓർ മാൻഡേറ്ററി. എന്താണ് ആവശ്യകതകൾ? സാധാരണയായി സൂചിപ്പിക്കുന്നത് നിർബന്ധിതമോ ആയ ഒരു എന്താണ് ആവശ്യത്തെയോ അല്ലെങ്കിൽ അനുമാനത്തെയാണ് റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത്. വസ്ത്രം ധരിക്കണം എന്നുള്ളത് നിർബന്ധമല്ലേ? വസ്ത്രം വേണല്ലേ? വീട്, ഓക്സിജൻ, പിന്നെന്താണ് വീട് അല്ലേ? വീട് നിർബന്ധിതമായ ഒരു കാര്യല്ലേ? പുറത്തു പോയി കിടക്കാൻ പറ്റുമോ? അപ്പൊ എന്താണ് ഇതൊക്കെ നമുക്ക് റിക്വയർമെന്റ് അല്ലേ? നമ്മുടെ ആവശ്യകതകളല്ലേ? ഫുഡ്, ഷെൽട്ടർ. അപ്പൊ എന്താണ് റിക്വയർമെന്റ്സ്? ആവശ്യകതകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ നീഡ്സിനെയോ അതല്ലെങ്കിൽ നിർബന്ധിതമോ അല്ലെങ്കിൽ ഒരു അനുമാനത്തെയാണ് റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? നിർബന്ധിതമായ ആവശ്യങ്ങളെയോ അല്ലെങ്കിൽ എന്താണ് അനുമാനത്തെയോ ആണ് റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ് പറയുന്നത് degree of adherence to pre-established criteria or standards. ഡിഗ്രി എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന അളവിനെയാണ് ഡിഗ്രി എന്ന് പറയുന്നത്. ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള നമ്മൊരു സാധനം ഓൺലൈൻ ആയിട്ട് ഓർഡർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടാവും അല്ലെ? ഇല്ലേ? ഇന്ന ഫീച്ചേഴ്സ് അതിനുണ്ടായിരിക്കണം എന്ന് ഇല്ലേ? ഒരു ഡ്രസ്സ് അതല്ലെങ്കിൽ ഒരു മൊബൈല് വാങ്ങുകയാണെങ്കിൽ നമ്മ മുൻകൂട്ടി ഓർഡർ കൊടുക്കുമ്പോ നമ്മ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുണ്ടാവോ? നമ്മ അതിലെ ഡിസ്ക്രിപ്ഷനിൽ നോക്കി എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട് എന്നൊക്കെ നോക്കി വെച്ചിട്ടുണ്ടാവും അല്ലേ? ഇല്ലേ? അപ്പൊ അതിൽ എന്തെങ്കിലും ഒരു കുറവ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അത് റിട്ടേൺ ചെയ്യും. അതിന് ക്വാളിറ്റി ഇല്ല അല്ലെ? അത് നമ്മ വിചാരിച്ച അത്രയുമല്ല എന്നുള്ള രീതിയിൽ റിട്ടേൺ ചെയ്യില്ലേ? അപ്പൊ എന്താണ് ഡിഗ്രി എന്ന് പറയുന്നത്? ഓഫ് അഡ്ഹറൻസ് ടു പ്രീ എസ്റ്റാബ്ലിഷ്ഡ് ക്രൈറ്റീരിയ ഓർ സ്റ്റാൻഡേർഡ്. ഡിഗ്രി എന്ന് പറഞ്ഞത് നമ്മ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ അതല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന അളവിനെയാണ് ഡിഗ്രി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇപ്പൊ നമ്മൊരു ഡ്രസ്സ് വാങ്ങിച്ചിട്ട് അതിന്റെ കളർ നമുക്ക് ഇഷ്ടമായി, അതിന്റെ മെറ്റീരിയൽ ഇഷ്ടമായി, പക്ഷെ അധികം നാളത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഒരു ഇട്ട് കഴിഞ്ഞപ്പോ തന്നെ അത് കീറിപ്പോയി. നമ്മ പറയോ അത് ഗുണനിലവാരമുണ്ടെന്ന് പറയോ? ഇല്ല. അപ്പൊ എന്താണ്? ആ അളവിനെയാണ്. ഒരു കാര്യം അതിൽ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അതിന് ക്വാളിറ്റി ഇല്ല അല്ലെ? ഒരു കാര്യം ഇതിന്റെ ഒരു അളവ് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ എന്താണ്? അത് ക്വാളിറ്റി ഇല്ല, നോട്ട് ഗുഡ് ആണ് അല്ലെ? അപ്പൊ എന്താണ് ഡിഗ്രി എന്ന് പറഞ്ഞാല് നമ്മൾ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ ക്രൈറ്റീരിയ അതല്ലെങ്കിൽ അതിന്റെ അളവിനെയാണ് ഡിഗ്രി എന്ന് പറയുന്നത്. ആ പാരഗ്രാഫ് ക്ലിയർ ആയോ? എല്ലാവരും ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് ഇതൊന്ന് നോക്കിയേ. ഹോസ്പിറ്റലില്
ക്വാളിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും അപ്പൊ? നമ്മ ഒരു ഒബ്ജക്ട്സിനെ വെച്ചാണ് ഇപ്പൊ മിസ് ക്വാളിറ്റി പറഞ്ഞത്. അപ്പൊ ഹോസ്പിറ്റലിൽ എന്തായിരിക്കും? സർവീസുകൾ എല്ലാം ഉൾപ്പെടില്ലേ? സർവീസുകള്, ഫാർമസി, ഹോസ്പിറ്റൽ, എല്ലാ പ്രവർത്തനങ്ങളും, ഐസിയുലെ പ്രവർത്തനങ്ങൾ അല്ലെ, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലെ പ്രവർത്തനങ്ങള്, ട്രീറ്റ്മെന്റ് അല്ലെ, ഗുഡ് സർവീസ്, ഒപിയിലെ എല്ലാ സെക്ഷനിലും, ഹോസ്പിറ്റലിലെ ഓൾ ഇൻ ഓൾ അല്ലെ, എല്ലാ പ്രവർത്തനങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് അപ്പൊ എന്താണ്? ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഫീച്ചേഴ്സ്, സവിശേഷതകൾ അല്ലെ, എക്യുപ്മെന്റുകളുടെ സേവനം, ഡോക്ടേഴ്സിന്റെ ഫെസിലിറ്റീസ് അല്ലെ, ലാബുകളുടെ എല്ലാം ഉൾപ്പെടുന്നുണ്ട്. റിക്വയർമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ ഹോസ്പിറ്റലിലെ പേഷ്യൻസിന്റെ ആവശ്യങ്ങൾ അല്ലെ, നമ്മുടെ അനുമാനങ്ങൾ അല്ലെ, നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ അനുമാനങ്ങളും. ഡിഗ്രി എന്ന് പറഞ്ഞാൽ അപ്പൊ എന്താ? നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന റിക്വയർമെന്റ്സ്, കാര്യങ്ങൾ എത്രത്തോളം നല്ല രീതിയിലാണ് അല്ലെ, ക്വാളിറ്റി ഉള്ളതാണോ അല്ലെ, ഫെസിലിറ്റീസ്. ഓക്കെ, ക്ലിയർ ആയോ? ആ പാരഗ്രാഫ് ക്ലിയർ ആയോ എല്ലാവർക്കും? ചാപ്റ്ററിന്റെ ഫസ്റ്റ് തന്നെ ആയോണ്ടാണ് മിസ് ഇങ്ങനെ ചോദിക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ കുഴപ്പമില്ല, നമുക്ക് ഈ ചാപ്റ്റർ സിമ്പിൾ ആണ്. നെക്സ്റ്റ്, ക്വാളിറ്റി അഷുറൻസ് ആൻഡ് ഇംപ്രൂവ്മെന്റ്. ക്വാളിറ്റി അഷുറൻസും ഇംപ്രൂവ്മെന്റും. ക്വാളിറ്റി ഉറപ്പ് നൽകലും അതെന്ത് ചെയ്യണം? വർദ്ധിപ്പിക്കണം അല്ലെ, ക്വാളിറ്റി, ഹോസ്പിറ്റലിന്റെ ക്വാളിറ്റി. ഓക്കെ, നെക്സ്റ്റ് ക്വാളിറ്റി അഷുറൻസ്. ക്വാളിറ്റി ഉറപ്പ് നൽകൽ ഇസ് എ പാർട്ട് ഓഫ് ക്വാളിറ്റി മാനേജ്മെന്റ്. ക്വാളിറ്റി അഷുറൻസ് എന്ന് പറയുന്നത് ക്വാളിറ്റി മാനേജ്മെന്റിന്റെ ഒരു ഭാഗമാണ്, പാർട്ടാണ്. ക്വാളിറ്റി അഷുറൻസിനെ പറയുന്നത് QA എന്നിട്ട്. ക്വാളിറ്റി അഷുറൻസ് centered on providing confidence that quality requirements will be satisfied. അതെന്ത് നൽകുന്നു? നല്ല ഗുണനിലവാരം, പേഷ്യൻസിന്റെ എന്താണ് ആവശ്യങ്ങൾ അല്ലെ, നല്ല ഗുണനിലവാരമുള്ള ആവശ്യങ്ങൾ നിറവേറ്റുന്നു എന്ന ആത്മവിശ്വാസം നൽകുന്നു അല്ലെ. ഹോസ്പിറ്റൽ എല്ലാ കാര്യങ്ങളും എന്താണ്? എക്യുപ്മെന്റുകൾ ഗുണനിലവാരമുള്ളതാണ്, അവിടുന്ന് കൊടുക്കുന്ന സർവീസുകൾ നല്ല സർവീസുകളാണ്. അപ്പൊ എന്ത് ചെയ്യും? സ്റ്റാഫുകൾക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടോ? കോൺഫിഡൻസ് കിട്ടോ? അവർക്ക് ഫെസിലിറ്റീസ്, ഗുഡ് ഫെസിലിറ്റീസ് ആണ് അവര് നൽകുന്നത്. അപ്പൊ എന്ത് അവര് നൽകുന്നവർക്ക് കോൺഫിഡൻസ് വർദ്ധിക്കില്ലേ? അപ്പൊ ക്വാളിറ്റി അഷുറൻസ്, എന്ത് ചെയ്യും? ക്വാളിറ്റി ഉറപ്പ് നൽകൽ എന്താണ്? ഒരു ഹോസ്പിറ്റലിൽ ക്വാളിറ്റി ഉറപ്പ് നൽകിയാൽ എന്താണ്? അവിടെ ഗുണനിലവാരമുള്ള ആവശ്യകതകൾ നിറവേറ്റുന്നു എന്ന ആത്മവിശ്വാസം നൽകുന്നു. നമുക്കാണെങ്കിൽ ഉണ്ടാവും അല്ലെ, ആ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ നല്ല നിലവാരമുള്ള ട്രീറ്റ്മെന്റ് ലഭിക്കുന്നു എന്ന് നമുക്ക് ആത്മവിശ്വാസം ലഭിക്കില്ലേ? കിട്ടോ? ക്ലിയർ ആയോ? ക്വാളിറ്റി ഉറപ്പ് നൽകിയാൽ എന്താണ്? അവിടെ നിന്ന് ലഭിക്കുന്ന സർവീസുകളിൽ എന്താണ്? ഗുണനിലവാരമുണ്ട് എന്ന കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുന്നു. ക്ലിയർ ആയോ? അത് എല്ലാവർക്കും ട്ടോ? ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ, നെക്സ്റ്റ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്. ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ഈസ് അതായത് QI. ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ഈസ് എ ഓൺഗോയിങ് പ്രോസസ്. ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ തുടർച്ച, ഓൺഗോയിങ് റെസ്പോൺസ് ആണ്, അതായത് തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു റെസ്പോൺസ് ആണ്. ടു ക്വാളിറ്റി ഇവാലുവേഷൻ ഡാറ്റ അബൌട്ട് എ സർവീസ് ഇൻ വേസ് ദാറ്റ് enhance the process by which service are given to customer and patients. പേഷ്യൻസിന് അതല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ കസ്റ്റമേഴ്സിന് നൽകുന്ന സേവനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അവര്
ഇടയ്ക്കിടയ്ക്ക് ഒരു ടൈം പീരീഡിനുള്ളിൽ എന്ത് ചെയ്യും, അസസ് ചെയ്തതിന് ശേഷം വിലയിരുത്തിയതിന് ശേഷം മെച്ചപ്പെടുത്തുന്ന തരത്തിൽ, അത് ഇംപ്രൂവ് ചെയ്യുന്ന തരത്തിൽ നടത്തുന്ന നിരന്തരമായ ഒരു പ്രവർത്തനത്തെയാണ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്നത്. ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് എന്ന് പറഞ്ഞാല് ഹോസ്പിറ്റലുകളിൽ നിന്ന് പേഷ്യൻസിന് നൽകുന്ന കൊടുക്കുന്ന സർവീസുകളിലെ സേവനങ്ങള് അവരെന്ത് ചെയ്യും, ഹോസ്പിറ്റലുകാര് ഇടയ്ക്കിടയ്ക്ക് വിലയിരുത്തും. എന്താണ്, റിസപ്ഷനിലെ പ്രവർത്തനങ്ങള്, പേഷ്യൻസ് സാറ്റിസ്ഫൈഡ് ആണോ, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലെ ഫെസിലിറ്റീസുകള്, അല്ലെങ്കിൽ എക്യുപ്മെന്റുകളുടെ സർവീസുകള്, അതല്ലെങ്കിൽ എന്താണ് ഹോസ്പിറ്റലിലെ ആംബുലൻസ് സർവീസുകൾ, അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ ലാബിലെ സർവീസുകൾ, ഡയറ്ററി സർവീസുകൾ, അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരെന്ത് ചെയ്യും, ഇടയ്ക്കിടയ്ക്ക് വിലയിരുത്തിയതിനു ശേഷം അത് മെച്ചപ്പെടുത്തുന്ന തരത്തിൽ നടത്തുന്ന നിരന്തരമായ പ്രവർത്തനത്തെയാണ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇപ്പൊ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകൾ നടത്തുന്നത് എന്താ, അതൊരു ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രവർത്തനമാണോ, പ്രോസസ് ആണോ? ഓരോ ദിവസവും അല്ലേ, ഓരോ ദിവസവും നിങ്ങൾ അസസ് ചെയ്യല്ലേ, നിങ്ങൾ തന്നെ അസസ് ചെയ്യാണ് അല്ലേ. ഇന്ന് നിങ്ങൾ എത്രത്തോളം മിസ് എടുത്ത ക്ലാസ്സിൽ എത്രത്തോളം പഠിച്ചിട്ടുണ്ട് അല്ലെ, ഇല്ലെങ്കിൽ ഇന്നലെ എത്രത്തോളം പഠിച്ചു, ഓരോ ദിവസം നമ്മളെ തന്നെ അസസ് ചെയ്ത് നമ്മ ഇംപ്രൂവ് ചെയ്യിക്കുകയല്ലേ ചെയ്യുന്നത്, ആണോ? ആണോ? അപ്പൊ അതെന്താണ്, ഒരു ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോസസ് അല്ലേ ഇത്? അപ്പൊ ഹോസ്പിറ്റലിൽ എന്തായിരിക്കും ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോസസ്? ഹോസ്പിറ്റലിലെ സേവനങ്ങള്, സർവീസുകള് അവരെന്ത് ചെയ്യും, നിരന്തരമായി വിലയിരുത്തിയതിനു ശേഷം അത് ഇംപ്രൂവ് ചെയ്യുന്നതിനുള്ള കാര്യങ്ങൾ ചെയ്യും അല്ലെ, അതിനെയാണ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആയില്ലെങ്കിൽ പറട്ടാ, മിസ് ഒന്നുകൂടെ പറഞ്ഞുതരാം. എല്ലാവർക്കും ഓക്കെ ആണോ? ഫാരിഷ, നിഷ, അഞ്ജു, നസ്രി. ഓക്കെ, നെക്സ്റ്റ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്, TQM. Total quality management is a system of management centered. ഇതൊരു സിസ്റ്റം ആണ്, എന്തിനെ സെന്റർ ചെയ്തിട്ടുള്ളതാണ്, മാനേജ്മെന്റ് സെന്റേർഡ് ആണ്. On the principle that every member of staff should be committed to keeping high standards of work in every aspects of a hospital's operations. എന്താണ്, ഹോസ്പിറ്റലിലെ എല്ലാ പ്രവർത്തനങ്ങളും ഈ ഉയർന്ന നിലവാരമുള്ള ജോലികൾ നിലനിർത്താൻ അല്ലെ, ഓരോ സ്റ്റാഫുകളും ഹോസ്പിറ്റലിലെ എല്ലാ സെക്ഷനിലും വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകള് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ പ്രതിജ്ഞാബദ്ധരാണ് അല്ലെ, എല്ലാവരും അവരുടെ റെസ്പോൺസിബിലിറ്റീസ് കറക്റ്റ് രീതിയിൽ ചെയ്യാൻ ഉത്തരവാദിത്തമുള്ളവരല്ലേ, റെസ്പോൺസിബിൾ അല്ലേ. അപ്പൊ അങ്ങനെയുള്ള ഒരു തത്വത്തിൽ, പ്രിൻസിപ്പിളിൽ അധിഷ്ഠിതമായ ഒരു കേന്ദ്രീകൃത മാനേജ്മെന്റ് സംവിധാനത്തെയാണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഡോക്ടറുടെ ഉത്തരവാദിത്തങ്ങൾ കറക്റ്റ് രീതിയിൽ ചെയ്യണം അല്ലെ, 100% സിൻസിയർ ആയിട്ട് ചെയ്യണ്ടേ, നഴ്സുമാര് ചെയ്യണം അല്ലെ, ഹോസ്പിറ്റലിലെ ക്ലീനിങ് സ്റ്റാഫുകൾ വരെ അവരുടെ ഡ്യൂട്ടീസ് എന്ത് ചെയ്യണം, നല്ല രീതിയിൽ ചെയ്യണം അല്ലെ, ചെയ്യണോ, ചെയ്യണം. അപ്പൊ അങ്ങനെയുള്ള ഒരു തത്വത്തിൽ അധിഷ്ഠിതമായ ഒരു മാനേജ്മെന്റ് സംവിധാനത്തെയാണ് ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയത്? ഹോസ്പിറ്റലിലെ എല്ലാ പ്രവർത്തനങ്ങളിലും വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകള് അവരുടെ ജോലികള് നല്ല നിലവാരമുള്ള കാര്യങ്ങൾ ചെയ്യാൻ, നല്ല നിലവാരത്തോടു കൂടി ചെയ്യാൻ പ്രതിജ്ഞാബദ്ധരാണ് എന്ന തത്വത്തിൽ അധിഷ്ഠിതമായ ഒരു സംവിധാനത്തെയാണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മ എടുക്കുന്നത് എന്തായിരിക്കും, മിസ് നല്ലോണം നിങ്ങൾക്ക് പറഞ്ഞു തരണം, നിങ്ങൾ എന്ത് ചെയ്യണം,
നല്ല രീതിയിൽ പഠിക്കണം അല്ലേ? അത് നമ്മുടെ രണ്ടുപേരും ഉത്തരവാദിത്വം അല്ലേ? നിങ്ങളുടെ ഉത്തരവാദിത്വം പഠിക്കുക എന്നുള്ളത്, മിസ്സിന്റെ ഉത്തരവാദിത്വം എന്താണ്? കറക്റ്റ് രീതിയിൽ നിങ്ങൾ പഠിപ്പിക്കുക എന്നുള്ളത് അല്ലേ? അങ്ങനെയുള്ള ഒരു തത്വത്തിൽ അധിഷ്ഠിതമായ ഒരു സംവിധാനത്തെയാണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ അത്? നെക്സ്റ്റ്, ടോട്ടൽ ക്വാളിറ്റി കെയർ. Total quality care is a provision of the best possible care through constantly enhancing services to meet or exceed the needs and hopes of the customer. എന്താണ്? ഒരു ഹോസ്പിറ്റലിലേക്ക് പേഷ്യൻസ് വരും, അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ അവർ ചിന്തിച്ചിട്ടുണ്ടാവും? അവർക്ക് കുറച്ച് ആവശ്യങ്ങൾ ഉണ്ടാവും അല്ലെ? നീഡ്സ് ഉണ്ടാവുമല്ലോ, പ്രതീക്ഷകൾ ഉണ്ടാവും അല്ലെ? അവർക്ക് കുറച്ച് ആവശ്യങ്ങൾ ഉണ്ടാവും, അവർക്ക് പ്രതീക്ഷകൾ ഉണ്ടാവും. അപ്പൊ പേഷ്യൻസിന്റെ ആവശ്യകതകളും നീഡ്സും അവരുടെ ഹോപ്സ്, അവരുടെ പ്രതീക്ഷകളും നിറവേറ്റുന്നതിനും, അതല്ലെങ്കിൽ അതിനപ്പുറം അവർക്ക് നൽകണം അല്ലെ? അവരുടെ പ്രതീക്ഷകൾക്ക് അപ്പുറം നൽകിയാലല്ലേ അവര് സാറ്റിസ്ഫൈഡ് ആവുള്ളൂ. വീണ്ടും അവര് ആ ഹോസ്പിറ്റലിലേക്ക് തന്നെ വരും അല്ലെ? ട്രീറ്റ്മെന്റിന് വേണ്ടി ആണോ? ആണ്. അപ്പൊ എന്താണ് അവരുടെ എന്താണ് പ്രതീക്ഷകളും നിറവേറ്റുന്നതിനും അതിനപ്പുറം കവിയുന്നതിനും നിരന്തരം മെച്ചപ്പെടുത്തുന്ന സേവനങ്ങളിലൂടെ അവർക്ക് എന്താണ് സാധ്യമായ ഏറ്റവും മികച്ച പരിചരണം നൽകുക എന്നതാണ് ടോട്ടൽ ക്വാളിറ്റി കെയർ. ട്രീറ്റ്മെന്റ് എല്ലാം ഓക്കെ, നല്ല സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുക, നല്ല ഫെസിലിറ്റീസ് കൊടുക്കുക അല്ലെ? അപ്പൊ എന്താണ് പേഷ്യൻസിന്റെ ആവശ്യകതകളും പിന്നെന്താണ് അവരുടെ ഹോപ്പ്, അവരുടെ പ്രതീക്ഷകളും നിറവേറ്റുന്നതിന് അതിനപ്പുറം എന്താണ് നിരന്തര പ്രവർത്തനങ്ങളിലും മെച്ചപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളുടെ അവർക്ക് ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള കെയർ കൊടുക്കുക എന്നതാണ് ടോട്ടൽ ക്വാളിറ്റി കെയർ. ക്ലിയർ ആയോ ഇത്? നെക്സ്റ്റ്, ക്വാളിറ്റി കൺട്രോൾ. Choose the quality control. Question എന്തെന്നാ പറഞ്ഞേ? കണ്ടില്ല? ഇടയ്ക്ക് മെസ്സേജ് ഒരു മിസ്സിന്. ക്വസ്റ്റ്യൻ എന്താ? ഇത് മോക്ക് ടെസ്റ്റ് ഇടുമ്പോ നിങ്ങൾക്ക് മനസ്സിലാകും കേട്ടോ, ഇതിന് എങ്ങനത്തെ ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് വരുന്നത് നോക്കാം. നെക്സ്റ്റ്, ഫിഫ്ത് പറയുന്നത് എന്താണ്? ക്വാളിറ്റി കൺട്രോൾ. Quality control is a procedure or a set of procedures that intends to make sure that medical service adheres to defined set of quality criteria or meets the requirements of the client or customer. എന്താണ് ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നത്? ഒരു പ്രൊസീജിയർ ആണ്, ഒരു നടപടിയാണ്, അല്ലെങ്കിൽ എന്താണ് ഒരു സെറ്റോ നടപടിക്രമങ്ങളുടെ ഒരു സെറ്റ്, ഒരു കൂട്ടമാണ്. മെഡിക്കൽ സർവീസുകൾ എങ്ങനെ കൊടുക്കണം? നിർവചിക്കപ്പെട്ട ഗുണനിലവാര മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ, അതല്ലെങ്കിൽ പേഷ്യൻസിന്റെ എന്താണ് ആവശ്യകതകൾ നിറവേറ്റുന്നുണ്ടോ എന്ന് ഉറപ്പാക്കുക എന്നതാണ് ക്വാളിറ്റി കൺട്രോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്വാളിറ്റി കൺട്രോൾ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഹോസ്പിറ്റലിലെ സർവീസുകൾ അല്ലെ, മെഡിക്കൽ സർവീസുകൾ എന്താണ്? അവര് നിർവചിക്കപ്പെട്ട, അവർക്ക് പറയുന്ന ഗുണനിലവാരത്തില് പേഷ്യൻസിന് നൽകുന്നുണ്ടോ ഇല്ലേ? എങ്ങനെയല്ലേ നൽകേണ്ടത്? പേഷ്യൻസിന് എങ്ങനെ നൽകണം? നല്ല ഗുണനിലവാരത്തോടുകൂടി അല്ലെ, നല്ല ക്വാളിറ്റിയിൽ നൽകണം അല്ലെ? അപ്പൊ എന്താണ് അങ്ങനെ ഗുണനിലവാരത്തോടുകൂടി നൽകുന്നുണ്ടോ, അതല്ലെങ്കിൽ എന്താണ് പേഷ്യൻസിന്റെ ആവശ്യകതകൾ നിറവേറ്റുന്നുണ്ടോ എന്ന് ഉറപ്പാക്കുക എന്നതാണ് QC കൊണ്ട്, ക്വാളിറ്റി കൺട്രോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയത്? ക്ലിയർ ആയോ? എന്തുപറ്റി? ക്ലിയർ ആയില്ല? ക്വാളിറ്റി കൺട്രോൾ ഇങ്ങനെ ക്വാളിറ്റി നിയന്ത്രിക്കാം. ക്വാളിറ്റി നിയന്ത്രിക്കാന്ന് പറഞ്ഞാൽ എന്താ? ക്ലിയർ ആണോ? ഓക്കെ. എന്താണ് മെഡിക്കൽ സർവീസുകൾ, ഹോസ്പിറ്റലിലെ
സർവീസുകൾ എന്താണ് ഗുണനിലവാരമുള്ള മാനദണ്ഡങ്ങൾ ക്രൈറ്റീരിയ പാലിക്കുന്നുണ്ടോ, പേഷ്യൻസിന്റെ ആവശ്യകതകൾ നിറവേറ്റുന്നുണ്ടോ എന്ന് ഉറപ്പാക്കുക എന്നതാണ് ക്വാളിറ്റി കൺട്രോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ISO 9000 defines ISO 9000 ക്വാളിറ്റിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ക്വാളിറ്റി കൺട്രോളിനെ കുറിച്ച് എ പാർട്ട് ഓഫ് ക്വാളിറ്റി മാനേജ്മെന്റ്. ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നത് ക്വാളിറ്റി മാനേജ്മെന്റിന്റെ ഒരു ഭാഗമാണ്. ഫോക്കസ്ഡ് ഓൺ ഫുൾഫില്ലിംഗ് ക്വാളിറ്റി റിക്വയർമെന്റ്സ്. ഇത് എന്തിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്? ഗുണനിലവാരമുള്ള ആവശ്യകതകൾ നിറവേറ്റുന്നു എന്നതിനെ കേന്ദ്രീകരിക്കുന്നു അല്ലെ. ഹോസ്പിറ്റലില് എന്താണ് പേഷ്യൻസിന് നൽകുന്ന സർവീസുകൾ, ട്രീറ്റ്മെന്റുകൾ, ഫെസിലിറ്റീസ് എന്താണ് ഗുണനിലവാരമുള്ള ആവശ്യകതകൾ നിറവേറ്റുന്നു എന്നതിനെ കേന്ദ്രീകരിക്കുന്നു. ക്ലിയർ ആയത്? ഓക്കെ ആണോ? Okay. Next, okay. Hospital quality management refers to the process of managing the total hospital operations in a worthwhile fashion by applying the different hospital quality measures and standard. Classification of hospital, classification of hospital. അതിനെന്ത് പറഞ്ഞു? പല രീതിയിലുള്ള ഹോസ്പിറ്റൽസ് ഉണ്ട് അല്ലെ. സ്മോൾ സൈസ്ഡ് ഹോസ്പിറ്റൽ, മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ, ലാർജ് സൈസ്ഡ് ഹോസ്പിറ്റൽ ഇല്ലേ. അവിടെയുള്ള ഫെസിലിറ്റീസ്, സൗകര്യങ്ങളൊക്കെ ഒരേപോലെയാണോ? നിലവാരങ്ങൾ അല്ലെ. അവിടെയുള്ള നിലവാരങ്ങള്, ഫെസിലിറ്റീസ്, ക്വാളിറ്റി അളവുകള്, ക്വാളിറ്റി മെഷേഴ്സ് ഒക്കെ ഒരേപോലെയാണോ? അല്ല. അപ്പൊ എന്ത് ചെയ്യുക? അല്ല. അപ്പൊ ഇവിടെ നോക്കിയേ, ക്വാളിറ്റി ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്തായാലും ആ ഫെസിലിറ്റീസ് ചേഞ്ച് ഉണ്ടായിരിക്കും. അവിടുത്തെ മാനദണ്ഡങ്ങളിൽ ചേഞ്ചസ് ഉണ്ടാവും അല്ലേ. ഇല്ലേ? പോളിസികളിൽ ചേഞ്ചസ് ഉണ്ടാവും. അപ്പൊ എന്താണ് എന്നത്? ക്വാളിറ്റി ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്നത് വ്യത്യസ്ത ഹോസ്പിറ്റലുകള് അവരുടെ എന്താണ് ക്വാളിറ്റി അളവുകളും നിലവാരവും സ്റ്റാൻഡേർഡും പ്രയോഗിച്ച് ഹോസ്പിറ്റലിന്റെ മൊത്തത്തിലുള്ള പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുന്ന പ്രക്രിയയെയാണ് ക്വാളിറ്റി മാനേജ്മെന്റ്, ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഹോസ്പിറ്റലിലെ എന്താണ് വ്യത്യസ്ത ഹോസ്പിറ്റലുകളുടെ ക്വാളിറ്റി അളവുകൾ അല്ലെ, അവരുടെ പോളിസികൾ, പ്രൊസീജിയേഴ്സ് ഒക്കെ ഉപയോഗിച്ചിങ്ങാട്ട്, സ്റ്റാൻഡേർഡ്സുകളൊക്കെ ഉപയോഗിച്ചിങ്ങാട്ട് ഹോസ്പിറ്റലിന്റെ മൊത്തത്തിലുള്ള പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യുക? മൂല്യവത്തായ രീതിയിൽ അല്ലെ, നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്ന പ്രക്രിയയെയാണ് ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ക്വാളിറ്റി മാനേജ്മെന്റ് ഹോസ്പിറ്റലിലെ എന്താണ് പോളിസി, പ്രൊസീജിയേഴ്സ് അല്ലെ, നടപടിക്രമങ്ങൾ, അവിടുത്തെ സ്റ്റാൻഡേർഡുകൾ അതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് എന്താണ് ഹോസ്പിറ്റലിലെ മൊത്തത്തിലുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയാക്കണം? മൂല്യവത്തായ രീതിയിൽ അല്ലെ, വർത്ത് വൈല് അല്ലെ, പേഷ്യൻസിനെ സാറ്റിസ്ഫൈഡ് ആക്കുന്ന രീതിയിൽ അല്ലെ, അതിനെയാണ് ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അത് next sentence, okay, so that the hospital function in a desirable condition. അതുകൊണ്ട് ഹോസ്പിറ്റൽ ഫങ്ഷൻസ് പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കണം? പേഷ്യൻസിന് അഭികാമ്യമായ രീതിയിലായിരിക്കണം അല്ലെ. ഡിസൈറബിൾ കണ്ടീഷൻ അല്ലെ, അവിടേക്ക് പോകുന്ന ക്ലയൻസ്, കസ്റ്റമർ, പേഷ്യൻസിന് അഭികാമ്യമായ രീതിയിൽ, അവർക്ക് ഉചിതമായ രീതിയിലായിരിക്കണം അല്ലെ. ആണ്. ക്ലിയർ ആയോ? അതപ്പം ക്ലിയർ ആയോ എല്ലാം? എത്ര എടുത്തത്? ഓക്കെ. നെക്സ്റ്റ്, job description or responsibilities of quality manager. Quality manager ജോബ് ഡിസ്ക്രിപ്ഷൻസ്, അവരുടെ റെസ്പോൺസിബിലിറ്റീസ്, ഉത്തരവാദിത്തങ്ങളൊക്കെ എന്തെല്ലാമാണ്? ഒരു
ഹോസ്പിറ്റലിലെ ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജർ ആരാണ്? അവരുടെ റെസ്പോൺസിബിലിറ്റീസ്, ഉത്തരവാദിത്തങ്ങൾ എന്തെല്ലാമാണ്? The quality manager in hospital must support the quality assurance programs at the hospital. എന്താണ് ക്വാളിറ്റി മാനേജർ എന്ത് ചെയ്യണം? ഹോസ്പിറ്റലിലെ ക്വാളിറ്റി അഷുറൻസ് പ്രോഗ്രാംസ് അല്ലെ, ക്വാളിറ്റി അഷുറൻസ് പ്രോഗ്രാം, ക്വാളിറ്റി അഷുറൻസ് ഉറപ്പുവരുത്തുന്ന ഒരു കമ്മിറ്റി അല്ലെ, ഒരു പ്രോഗ്രാംസ് അല്ല, അതായത് ഒരു കമ്മിറ്റി ഉണ്ടായിരിക്കുന്നു. ഇപ്പൊ നമ്മൾ ഇൻഫെക്ഷൻ ഹോസ്പിറ്റൽ HAI പഠിച്ചില്ലേ? അവിടെ ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി ഉണ്ട് അല്ലെ. അതേപോലെ ഫാർമസി പഠിച്ചു എന്താണ്? ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി ഉണ്ട് അല്ലെ. അതേപോലെ എന്താണ്? ഹോസ്പിറ്റലിലെ ക്വാളിറ്റി ഉറപ്പാക്കുന്നതിന് വേണ്ടി ഒരു ക്വാളിറ്റി അഷുറൻസ് പ്രോഗ്രാംസ് എല്ലാം ഉണ്ട്. അവരെന്ത് ചെയ്യാ? സപ്പോർട്ട് ചെയ്യുക, അവർക്ക് വേണ്ട പ്രവർത്തനങ്ങള് സപ്പോർട്ട് ചെയ്യുക അല്ലെ, പിന്തുണയ്ക്കുക. നെക്സ്റ്റ്, ആൻഡ് ബി റെസ്പോൺസിബിൾ ഫോർ വർക്കിംഗ് out and establishing quality procedures, standard and specification of hospitals. എന്താണ് പിന്നെ ഇതിനൊക്കെയുള്ള ഉത്തരവാദിത്വമുണ്ട്? ഹോസ്പിറ്റലിലെ ഗുണനിലവാരമുള്ള അല്ലെ, എന്താണ് ഗുണനിലവാരമുള്ള നടപടിക്രമങ്ങള്, മാനദണ്ഡങ്ങള്, സ്പെസിഫിക്കേഷൻസ് എന്നിവ തയ്യാറാക്കുന്നതിനും അത് സ്ഥാപിക്കുന്നതിനും എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനും എന്തുണ്ട്? ഈ ക്വാളിറ്റി മാനേജർക്ക് ഉത്തരവാദിത്തമുണ്ട്. ഹോസ്പിറ്റലില് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? ഗുണനിലവാരമുള്ള നടപടിക്രമങ്ങൾ അല്ലെ, പ്രൊസീജിയേഴ്സ്, ക്വാളിറ്റി പ്രൊസീജിയേഴ്സ്, ഗുണനിലവാരമുള്ള നടപടിക്രമങ്ങൾ, നിലവാരങ്ങൾ അല്ലെ, സ്റ്റാൻഡേർഡ്സുകൾ, നിലവാരങ്ങൾ, സ്പെസിഫിക്കേഷൻസ് എന്നിവ തയ്യാറാക്കുന്നതിനും അത് നടപ്പിലാക്കുന്നതിനും ഈ ക്വാളിറ്റി മാനേജർക്ക് ഉത്തരവാദിത്തമുണ്ട്. ക്ലിയർ ആയോ? ഹോസ്പിറ്റലിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അല്ലെ. ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ നടക്കുന്നുണ്ട് അല്ലെ, കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്നുണ്ട്, പിന്നെ എന്താണ് പർച്ചേസിംഗുമായി നടക്കുന്നുണ്ട് അല്ലെ, ഫാർമസിയിൽ നടക്കുന്നുണ്ട്, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുകളിൽ നടക്കുന്നുണ്ട് ഇല്ലേ? ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യാം? ക്വാളിറ്റി പ്രൊസീജിയേഴ്സ് ആണോ, ഗുണനിലവാരമുള്ള നടപടിക്രമങ്ങളാണോ, സ്റ്റാൻഡേർഡ് ഉള്ളതാണോ, നിലവാരമുള്ളതാണോ, അങ്ങനെയുള്ള സ്പെസിഫിക്കേഷൻസ് ഉള്ളതാണോ എന്ന കാര്യങ്ങള് ഉറപ്പുവരുത്തുന്നതില്, എസ്റ്റാബ്ലിഷ് ചെയ്യുക, സ്ഥാപിക്കുന്നതില് ഈ ക്വാളിറ്റി മാനേജർക്ക് ഉത്തരവാദിത്തമുണ്ട്. ക്ലിയർ ആയത്? നെക്സ്റ്റ് പറയുന്നത് ഹി ഓർ ഷീ, അതായത് ക്വാളിറ്റി മാനേജർ ആരാകാം? മെയിലോ ഫീമെയിലോ ആകാം അല്ലെ. അപ്പൊ അതുകൊണ്ട് ഹി ഓർ ഷീ മസ്റ്റ് പെർസ്യൂ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ഇൻ ഓൾ ദ പ്രോസസ് ആൻഡ് പ്രൊസീജിയർ ഓഫ് ദി ഹോസ്പിറ്റൽ ആൻഡ് ഷെയർ റിപ്പോർട്ട്സുകൾ. ആശുപത്രിയിലെ എല്ലാ പ്രൊസീജിയേഴ്സും, പ്രോസസ്സുകളും അല്ലെ, പ്രക്രിയകളും നടപടിക്രമങ്ങളും ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ വേണ്ട എന്താണ് കാര്യങ്ങൾ ചെയ്യുകയും അവരുടെ റിപ്പോർട്ട് തയ്യാറാക്കുകയും ചെയ്യുക എന്നുള്ളതും ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജറുടെ ഉത്തരവാദിത്തമാണ്. ഹോസ്പിറ്റലിലെ എല്ലാ പ്രവർത്തനങ്ങളും, പ്രോസസ്സുകളും, പ്രൊസീജിയർ നടപടിക്രമങ്ങളും പ്രക്രിയകളും ഗുണനിലവാരം മെച്ചപ്പെടുത്താനായ എന്താണ് കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുക എന്നുള്ളതും അതിനുവേണ്ട റിപ്പോർട്ടുകൾ തയ്യാറാക്കുക എന്നുള്ളതും ഈ ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജറുടെ ഉത്തരവാദിത്തമാണ്. ക്ലിയറായോ? ഇപ്പൊ നമുക്കറിയാം ഹോസ്പിറ്റലിലെ ഓരോ ഡിപ്പാർട്ട്മെന്റുകൾ ബേസ് ചെയ്തിട്ടും ഓരോ പ്രൊസീജിയേഴ്സ് ഉണ്ടാവില്ലേ? ഡോക്ടേഴ്സിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പോളിസീസും പ്രൊസീജിയേഴ്സ് ഉണ്ടാവും അല്ലെ. അതേപോലെ ANDE, ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ടാവില്ലേ? ഫാർമസിയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ടാവും അല്ലേ? ഡയറ്ററിയുമായി ബന്ധപ്പെട്ടുണ്ടാവും, ഡയാലിസിസ് സെക്ഷനുമായി ബന്ധപ്പെട്ടുണ്ടാവും, ഓപ്പറേഷൻ ചെയ്യാൻ. അപ്പൊ അങ്ങനെയുള്ള പ്രൊസീജിയേഴ്സും നടപടിക്രമ പ്രോസസ്സുകൾ എന്താണ് ഗുണനിലവാരമുള്ളതാക്കാനുള്ള പ്ലാനിങ്ങുകളും റിപ്പോർട്ടുകളും തയ്യാറാക്കുക എന്നുള്ളത് ഈ ക്വാളിറ്റി മാനേജറുടെ ഉത്തരവാദിത്തമാണ്.
ക്ലിയർ ആയോ? ഓക്കെ ആണോ എല്ലാവർക്കും? Next one, nothing is key job responsibilities. Okay. Next, ensuring good quality non-clinical services such as infection prevention, security, diet, etc. Quality, ensuring good quality. അനുബാധ തടയൽ, ഇൻഫെക്ഷൻ പ്രിവെൻഷൻ, അനുബാധ തടയല, സെക്യൂരിറ്റി, സുരക്ഷ, ഡയറ്ററി ഭക്ഷണക്രമങ്ങൾ തുടങ്ങിയ നല്ല നിലവാരമുള്ള നോൺ ക്ലിനിക്കൽ സേവനങ്ങൾ ഉറപ്പാക്കണം അല്ലേ? ഈ ക്വാളിറ്റി മാനേജർ ഉത്തരവാദിത്തമാണ്, റെസ്പോൺസിബിലിറ്റീസ് ആണ്. എന്താണ്? ഹോസ്പിറ്റലിലെ ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ചെയ്യുക അല്ലെ, അണുബാധ തടയല്, അവിടുത്തെ സുരക്ഷ, സെക്യൂരിറ്റി ഉറപ്പാക്കുക, ഡയറ്റ്, ഭക്ഷണക്രമങ്ങള് തുടങ്ങിയ നല്ല നിലവാരമുള്ള നോൺ ക്ലിനിക്കൽ സേവനങ്ങൾ ഉറപ്പാക്കുക, എൻഷുർ ചെയ്യുക എന്നുള്ളത് ആളുടെ റെസ്പോൺസിബിലിറ്റീസ് ആണ്. നെക്സ്റ്റ്, എൻഷുറിംഗ് ക്ലീൻ ബാക്ക്ഗ്രൗണ്ട്, OPD areas, wards, labor room, OT and patient facilities and outsourced സർവീസുകൾ എന്താണ്? ഹോസ്പിറ്റലില് നല്ല ക്ലീൻ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഉറപ്പാക്കുക, ഓപ്പറേഷൻസ് ഏരിയകളുടെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ ഉറപ്പാക്കുക, വാർഡ്സ്, ലേബർ റൂം, ഓപ്പറേഷൻ തിയേറ്റേഴ്സ് എന്നിവയെല്ലാം എന്താണ്? നിലവാരമുള്ളതാണെന്ന്, ക്വാളിറ്റി ഉള്ളതാണെന്ന് ഉറപ്പാക്കേണ്ടത് ക്വാളിറ്റി മാനേജറുടെ ഉത്തരവാദിത്തമാണ്. പിന്നെ എന്താണ്? പേഷ്യൻസിന് നൽകുന്ന ഫെസിലിറ്റീസ് അല്ലെ, കൂടാതെ ഔട്ട്സോഴ്സ്ഡ് സർവീസ്. ഔട്ട്സോഴ്സ്ഡ് സർവീസ് എന്ന് പറഞ്ഞാല് ചില ഹോസ്പിറ്റലിൽ ചില ടെസ്റ്റുകൾ അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? നമ്മൾ പുറത്ത് ചെയ്യിക്കും അല്ലേ? ഇല്ലേ? ലാബ് ടെസ്റ്റുകള്, സ്കാനിങ്ങുകള് ഇല്ലേ? അപ്പൊ അങ്ങനെ നൽകുന്ന ഔട്ട്സോഴ്സ്ഡ് സർവീസുകൾക്കും ക്വാളിറ്റി ഉണ്ടോ എന്ന് ഉറപ്പാക്കേണ്ടത് ഈ ക്വാളിറ്റി മാനേജർ ആണ്. ക്ലിയർ ആയോ ഇത്? ക്ലിയർ ആയോ? Periodical assessment of hospitals on quality, checklist and arrive at a score for the facilities. എന്താണ്? സ്കോർ ലിസ്റ്റ് ഉപയോഗിച്ച് കാണിട്ട് ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും സ്കോർ കൊടുക്കുകയും ചെയ്യുക. ഇപ്പൊ നമ്മൾ കണ്ടിട്ടില്ലേ, ചിലടത്ത് നമുക്ക് ഫീഡ്ബാക്ക് ചോദിക്കില്ലേ? സാറ്റിസ്ഫൈഡ് ആണോ, ഡിസാറ്റിസ്ഫൈഡ് ആണോ, എക്സലന്റ് ആണോ, ഗുഡ് ആണോ എന്നൊക്കെ ചോദിച്ചിട്ട് ചെക്ക് ലിസ്റ്റ് എന്നിട്ട് എന്ത് ചെയ്യും? അവരതിന് ഓരോ സ്കോറുകൾ കൊടുക്കുന്നുണ്ടാവും അല്ലെ? ഇപ്പൊ വെരി സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അതിന് 5 മാർക്ക് അല്ലെ? ജസ്റ്റ് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ 4, ഗുഡ് ആണെങ്കിൽ 3 അല്ലെ? ഡിസാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അതിന് 1 മാർക്ക് അല്ലെ? ആണോ? എന്താണ്? അങ്ങനെ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളെ കുറിച്ച് ചെക്ക് ലിസ്റ്റ് തയ്യാറാക്കുകയും അതിന് വേണ്ട സ്കോർ നൽകുകയും ചെയ്യുക. അവർക്ക് അറിയാൻ പറ്റും, ആ ചെക്ക് ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന സെക്ഷനിലെ എന്താണ് പ്രവർത്തനങ്ങൾ കുറച്ചുകൂടി ഇംപ്രൂവ് ചെയ്യിക്കണം അല്ലെ, കുറച്ചുകൂടി മെച്ചപ്പെടുത്തേണ്ടതുണ്ട് അല്ലെ? അതിനനുസരിച്ച് അവർക്ക് അതിന് വേണ്ട പ്രവർത്തനങ്ങൾ, പ്ലാനിങ്ങുകൾ നൽകാനായി സാധിക്കുന്നു. നെക്സ്റ്റ്, ഐഡന്റിഫിക്കേഷൻ ഗ്യാപ്സ്. ഐഡന്റിഫിക്കേഷൻ ഗ്യാപ്സ് എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിന്റെ നിയമങ്ങൾക്കും നടപടിക്രമങ്ങൾക്കും ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ എന്താണ് ഹോസ്പിറ്റലിന്റെ ഏതെങ്കിലും സെക്ഷനിൽ ഗുണനിലവാരത്തിന്റെ അഭാവമുണ്ടോ എന്ന് വിലയിരുത്തുന്നതിനെയാണ് ക്വാളിറ്റി ഗ്യാപ്പ് ഐഡന്റിഫിക്കേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? നമ്മ പറഞ്ഞു ഹോസ്പിറ്റലിൽ പല പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട് അല്ലേ? അപ്പൊ എന്ത് ചെയ്യും? ആ ഹോസ്പിറ്റലിന്റെ നിയമങ്ങൾക്കും നയങ്ങൾക്കും ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ എന്ത് ചെക്ക് ചെയ്യും? ഈ ക്വാളിറ്റി മാനേജർ എന്താണ് ഏതെങ്കിലും ഒരു സെക്ഷനിൽ ഏതെങ്കിലും ഒരു ഏരിയയിൽ എന്താണ് ക്വാളിറ്റിയുടെ എന്താണ് ഗുണനിലവാരത്തിന്റെ അഭാവമുണ്ടോ എന്ന് വിലയിരുത്തുന്നു. അതിനെയാണ് ഐഡന്റിഫിക്കേഷൻ ഗ്യാപ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗ്യാപ്പ് അനാലിസിസ് എന്ന് പറയുന്നത്.
ക്ലിയർ ആയത്? Okay. And then evolve action plan on the advice of in charge of the hospital and monitor compliance. ഇങ്ങനെ ഐഡന്റിഫിക്കേഷൻ ഗ്യാപ്പുകൾ ഉണ്ടെങ്കിൽ എന്താണ് അത് ആശുപത്രിയിലെ ചുമതലയുള്ള ഇൻചാർജറെ ഉപദേശപ്രകാരം അതിനുവേണ്ട പ്രവർത്തന പദ്ധതികൾ ആവിഷ്കരിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുക. ഇപ്പൊ നമ്മൾ ആള് ചെക്ക് ചെയ്തിട്ട് ആൾക്ക് തോന്നാണ് എന്താണ് കാഷ്വാലിറ്റിയിലെ പ്രവർത്തനങ്ങൾക്ക് എന്തൊക്കെയോ അഭാവങ്ങളുണ്ട് അല്ലെ, ക്വാളിറ്റിയിൽ എന്തൊക്കെയോ അഭാവങ്ങളുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? ആളാരോട് പറയും? ആ സെക്ഷണൽ ഇൻചാർജറോട് പറയും അല്ലേ? ആണോ? ഇൻചാർജറോട് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? അവര് അതിന് വേണ്ട ആക്ഷൻ പ്ലാൻ അല്ലേ, പദ്ധതികൾ തയ്യാറാക്കുകയും അത് നിരീക്ഷിക്കുകയും ചെയ്യുന്നു. ക്ലിയർ ആയിട്ടുണ്ട്? Facilitate conduct of meeting connected with the quality certification hospital. Quality certification നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള മീറ്റിംഗ് നടത്തുന്നതിനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുക. ഇപ്പൊ മിസ് പറഞ്ഞില്ലേ ഹോസ്പിറ്റലുകൾക്ക് നാഷണൽ ലെവലിൽ അക്രഡിറ്റേഷൻ നൽകുന്നതാരാ? അക്രഡിറ്റേഷൻ നാബ്. അപ്പൊ ഇതിന് എന്ത് വേണം? മീറ്റിംഗ് കൂടണ്ടേ ഹോസ്പിറ്റലിലെ സ്റ്റാഫുകൾ അല്ലെങ്കിൽ നാബിലുള്ള ആളുകൾ. അപ്പൊ എന്താണ് അവർക്ക് വേണ്ട മീറ്റിംഗിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. നെക്സ്റ്റ്, ensuring that the hospital meets all regularly complaints like BMW, അതായത് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്, ബ്ലഡ് ബാങ്ക്, സ്റ്റോറേജ് ലൈസൻസുമായി ബന്ധപ്പെട്ട് AERB ആണ് കേട്ടോ. പഠിച്ചതില്ലാത്ത റേഡിയേഷനില് AERB, അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ്. AERB അല്ല, AERB. റേഡിയേഷൻ ലൈസൻസ്, അതുമായി ബന്ധപ്പെട്ട ഇങ്ങനെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എന്ത് വരാം? കംപ്ലൈൻസുകൾ വരാം അല്ലെ? ഇല്ലേ? വേസ്റ്റുമായി ബന്ധപ്പെട്ട് കംപ്ലൈൻസുകൾ വന്നൂടെ? റേഡിയേഷൻ ലൈസൻസുമായി ബന്ധപ്പെട്ടൊക്കെ വരാം അല്ലെ? അപ്പൊ എന്താണ് അവര് അങ്ങനെയുള്ള കാര്യങ്ങളില് എല്ലാ ക്രമീകരണങ്ങളും ആശുപത്രി പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ക്ലിയറായത്? ഹോസ്പിറ്റലിലെ BMW, ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്, ബ്ലഡ് ബാങ്ക്, റേഡിയേഷൻ സെക്ഷൻ എന്നിവയുമായി ബന്ധപ്പെട്ട് അവരെ ഹോസ്പിറ്റലുകാരുടെ എല്ലാ ക്രമീകരണങ്ങളും പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. നെക്സ്റ്റ്, keep a record of non-functional equipment and a timeline for its repair along with the AMC for all equipments. എന്ത് ചെയ്യാ? പ്രവർത്തനക്ഷമമല്ലാത്ത ഉപകരണങ്ങളുടെയും അതിന്റെ അറ്റകുറ്റപ്പണികൾ അത് റിപ്പയർ ചെയ്യാൻ ആവശ്യമായ സമയരേഖയും സൂക്ഷിക്കുക. കൂടാതെ ഹോസ്പിറ്റലിലെ എല്ലാ എക്യുപ്മെന്റ്സുകളെ കുറിച്ചും AMC റെക്കോർഡ് സൂക്ഷിക്കുക. AMC എന്ന് പറഞ്ഞാല് ആനുവൽ മെയിന്റനൻസ് റെക്കോർഡ്. ഇപ്പൊ നമുക്കറിയാം, നമുക്ക് ഒരു സാധനം മേടിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലെ, ഇത്ര വർഷം കൂടും അത് സർവീസ് ചെയ്യണം. മിഷനറിയൊക്കെ അങ്ങനെയല്ലേ? ഇത്ര വർഷം കൂടും അത് സർവീസ് ചെയ്യണം, അതിന് ഇത്ര വർഷം വരെ നമുക്ക് വാറണ്ടി ഉണ്ട് അല്ലേ? അതിനുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റൂലേ? അപ്പൊ എന്താണ്? ഹോസ്പിറ്റലിലെ പ്രവർത്തനക്ഷമമല്ലാത്ത ഉപകരണങ്ങളെയും അതിന്റെ അറ്റകുറ്റപ്പണികൾക്ക് എടുക്കുന്ന സമയരേഖയും സൂക്ഷിക്കുക. കൂടാതെ ഹോസ്പിറ്റലിലെ എല്ലാ എക്യുപ്മെന്റുകളെ കുറിച്ചുമുള്ള AMC റെക്കോർഡ്, ആനുവൽ മെയിന്റനൻസ് കോൺട്രാക്ട് റെക്കോർഡ് സൂക്ഷിക്കുകയും ചെയ്യുക. ക്ലിയർ ആയോ? ക്ലിയർ ആയോ എല്ലാവർക്കും? ഓക്കെ. നെക്സ്റ്റ്, പ്ലാനിങ് ആൻഡ് വർക്ക്ഔട്ട് പ്രൊസീജിയേഴ്സ് ടുവേർഡ്സ് upliftment
preventive maintenance of equipment and vehicles and modernization of hospital. എന്താണ് ഹോസ്പിറ്റലിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ ആസൂത്രണം ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്യുക അല്ലെ. ഓരോ വർഷം കൂടുമ്പോൾ ഹോസ്പിറ്റലുകൾ എങ്ങനെയാണ് ഇംപ്രൂവ് ചെയ്യാണ് അല്ലെ ചെയ്യുന്നത്. അപ്പൊ എന്താണ് ഹോസ്പിറ്റലിലെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ ആസൂത്രണം ചെയ്യുക. കൂടാതെ എന്താണ് ഹോസ്പിറ്റലിന്റെ വെഹിക്കിൾസ്, അതായത് ആംബുലൻസ് അങ്ങനെയുള്ള വെഹിക്കിൾസ് ഇല്ലേ, അതുകൂടാണ്ട് എക്യുപ്മെന്റ്സുകളെ കുറിച്ചുള്ള അവയുടെ പരിപാലനം. അതാണ് നമുക്ക് എന്താ പറയാ, ഓരോ സാധനങ്ങളും ഇത്ര വർഷം കഴിയുമ്പോ സർവീസ് ചെയ്യണം അല്ലെ, റിപ്പയർ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ ഉണ്ടോ? അപ്പൊ അങ്ങനെയുള്ള എന്താണ് ഇൻഷുറൻസ് അടക്കണം അല്ലെ, ആംബുലൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വണ്ടികളുടെ, മറ്റു വണ്ടികളുടെ ഇൻഷുറൻസ്, സ്റ്റോക്ക് ഒക്കെ കൊണ്ടുവരുന്ന അല്ലെ, പല കാര്യങ്ങളുണ്ട് വണ്ടികൾ. അപ്പൊ അങ്ങനെയുള്ള വണ്ടികളുടെ എന്താണ് സർവീസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക, പരിപാലനം. പിന്നെ എന്താണ് ആശുപത്രിയുടെ നവീകരണം. ഇതൊക്കെ ആരുടെ ഉത്തരവാദിത്തമാണ്? ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റി ആണ്. പിന്നെ എന്താണ് ടു ഇൻസ്റ്റാൾ ആൻഡ് വെർച്വൽ ഗ്രീവൻസ് റിഡ്രസൽ സിസ്റ്റം ബോത്ത് ഫോർ എംപ്ലോയീസ് ആൻഡ് പേഷ്യൻസ്. എന്താണ് ജീവനക്കാർക്കും രോഗികൾക്കും എന്താണ് വെർച്വൽ രീതിയിൽ പരാതികൾ രജിസ്റ്റർ ചെയ്യാനുള്ള സംവിധാനം ഉറപ്പാക്കുക. വെർച്വൽ രീതിയിൽ എന്താണ് ഓൺലൈനായിട്ട് അല്ലെ, ഓൺലൈനായിട്ട് പരാതികൾ രജിസ്റ്റർ ചെയ്യാനുള്ള സംവിധാനം ഏർപ്പെടുത്തുക. ഹോസ്പിറ്റലിലെ എംപ്ലോയീസ്, വർക്ക് ചെയ്യുന്ന ആളുകൾക്കും പേഷ്യൻസിനും അവരുടെ പരാതികൾ ഓൺലൈൻ രീതിയിൽ രജിസ്റ്റർ ചെയ്യാനുള്ള സംവിധാനം വെർച്വൽ ഗ്രീവൻസ് റിഡ്രസൽ സിസ്റ്റം അല്ലെ ഏർപ്പെടുത്തുക. നെക്സ്റ്റ് സ്ട്രെങ്തൻ ആണ് കേട്ടോ, സ്ട്രെങ്തൻ. Strengthen of hospital MIS, KPI and report action plan. എന്താണ് ഹോസ്പിറ്റലിലെ MIS-ഉം KPI-യും സ്ട്രെങ്തൻ ചെയ്യിക്കാനുള്ള, എന്താണ് ഇംപ്രൂവ് ചെയ്യിക്കാനുള്ള ആക്ഷൻ പ്ലാനുകൾ സ്വീകരിക്കുക. MIS എന്ന് പറഞ്ഞാൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. KPI എന്ന് പറഞ്ഞാല് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്. നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ, ഒരു 32 കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് പഠിക്കാനുണ്ട് കേട്ടോ ഈ ചാപ്റ്ററിൽ. അപ്പൊ എന്ത് ചെയ്യാ, ഹോസ്പിറ്റലിലെ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റവും കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സും സ്ട്രെങ്തൻ ചെയ്യാനുള്ള പ്ലാൻ തയ്യാറാക്കുക. പിന്നെ എന്താണ് കോർഡിനേറ്റിംഗ് അസസിംഗ് അതോറിറ്റി. നമ്മൾ പറഞ്ഞല്ലേ അസസിംഗ് അതോറിറ്റി ഉണ്ടെന്ന്, ക്വാളിറ്റി അസസിംഗ് അതോറിറ്റി. ഹോസ്പിറ്റലിലെ ക്വാളിറ്റി വിലയിരുത്തുന്നതിന് വേണ്ടി ഒരു അസസിംഗ് അതോറിറ്റി ഉണ്ട്. പൗരമായി കോപ്പറേറ്റ് ചെയ്യുക. പിന്നെ നെക്സ്റ്റ് എന്താണ് എൻഷുർ ദ എംപ്ലോയീസ് എഡ്യൂക്കേഷൻ ഓൺ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്. ജീവനക്കാരുടെ, ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ ജീവനക്കാരുടെ വിദ്യാഭ്യാസ നിലവാരം ഉറപ്പാക്കുക അല്ലെ. ഓരോരുത്തർക്കും ഓരോ ക്വാളിഫിക്കേഷൻസ് ആയിരിക്കും അല്ലേ, ഓരോ സെക്ഷനിൽ വർക്ക് ചെയ്യുന്നവർക്ക്. അപ്പൊ അങ്ങനെയുള്ള എന്താണ് ഹോസ്പിറ്റൽ ജീവനക്കാരുടെ വിദ്യാഭ്യാസ നിലവാരം ഉറപ്പാക്കുക. അവർക്ക് നല്ല ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രമല്ലേ അവിടെ എത്തുന്ന പേഷ്യൻസിന് ഗുണനിലവാരമുള്ള സർവീസ് കൊടുക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പൊ എന്താണ്, അതുകൊണ്ട് തന്നെ എന്താണ് ഹോസ്പിറ്റലിലെ എംപ്ലോയീസിന്റെ എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസ നിലവാരം ഉറപ്പാക്കുക. നെക്സ്റ്റ് റെസ്പോൺസിബിൾ ഫോർ ഫ്രെയിമിംഗ് ആൻഡ് അറേഞ്ചിങ് ദ ഹോസ്പിറ്റൽ കമ്മിറ്റി. ഹോസ്പിറ്റലുകളിലെ കമ്മിറ്റികൾ രൂപീകരിക്കുന്നതും ക്രമീകരിക്കുന്നതിന്റെയും ഉത്തരവാദിത്തം ക്വാളിറ്റി മാനേജർക്കാണ്. ഹോസ്പിറ്റൽ കമ്മിറ്റികൾ രൂപീകരിക്കുന്നതിനും ക്രമീകരിക്കുന്നതിനും ക്വാളിറ്റി മാനേജർക്ക് ഉത്തരവാദിത്തമുണ്ട്, റെസ്പോൺസിബിൾ ആണ്.
ക്ലിയർ ആയോ? ആ 13 പോയിന്റ് ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റി ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി എല്ലാവരും ഒന്ന്. വായിച്ചു നോക്കിയേ. കീപ് quality manager the keep job responsibilities. Miss എടുത്തത് ക്ലിയർ ആണോ? ഒന്നെടുത്തത് ക്വാളിറ്റി അഷുറൻസ് ഈ സെക്ഷൻ. ക്വസ്റ്റ്യൻ എന്താ ഉദ്ദേശിക്കുന്നേ? ഓക്കെ ആണോ? ഒന്നെടുത്തത് മിസ് എടുത്തത് ഡൗട്ട്സ് വല്ലതുണ്ടോ? മിസ് ഒന്നെടുത്ത ഭാഗം. സൗണ്ട് ഓക്കെ. സൗണ്ട് ഇതാക്കിയിട്ടുണ്ട്, പറഞ്ഞോ. അതെ മിസ്, ആദ്യത്തെ ചാപ്റ്റർ മിസ് എടുത്ത ചാപ്റ്ററിന്റെ ചോദ്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ മിസ്. ആ ചോദ്യങ്ങള് എങ്ങനെയാണ്? എക്സ്ട്രാ ക്വസ്റ്റ്യൻ ആണ് ഉദ്ദേശിക്കുന്നത്? അല്ല, ഓരോ ചാപ്റ്ററിന്റെ കഴിഞ്ഞിട്ട് മിസ് ഓരോ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് വേറെ മിസ്. ഞങ്ങൾക്ക് ഇന്നലത്തെ മിസ് അങ്ങനെ ചോദിച്ചിട്ടുണ്ടല്ലേ. ചോദിച്ചില്ല. ഓക്കെ, നമുക്ക് ഇനി ഈ ചാപ്റ്റേഴ്സ് എല്ലാം തേർഡും ഫോർത്തും മൊഡ്യൂളിന്റെ ചാപ്റ്റേഴ്സ് തീർന്നിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ നമുക്ക് തേർഡും ഫോർത്തിലും കുറച്ച് ലെങ്തി ചാപ്റ്റേഴ്സ് അല്ലേ? അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം കേട്ടോ. മിസ് എടുത്ത ചാപ്റ്റേഴ്സിന്റെ ഒക്കെ ഒന്നിച്ച് തരാം. അപ്പൊ മിസ് ഇന്നത്തെ ക്ലാസ് മനസ്സിലായില്ല എല്ലാവർക്കും? ഓക്കെ, അപ്പൊ മിസ് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു മിസ്.